അമേരിക്ക ഇറാൻ യുദ്ധം വെറും ഒരു പ്രാദേശിക സൈനിക യുദ്ധമല്ല, മറിച്ച് ഇത് ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക ഊർജ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള വൻ ശക്തികളുടെ ഒരു ചതുരംഗ കളിയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ചില നിരീക്ഷണങ്ങൾ അതിൽ വരുന്നുണ്ട്. അതായത് ഈ യുദ്ധം കൊണ്ട് ലാഭം കൊയ്യുന്നവർ, രാഷ്ട്രീയ സമവാക്യങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നവർ, അങ്ങനെയാണ് ഈ ഒരു യുദ്ധത്തെ കുറച്ച് ആളുകൾ കാണുന്നത്. എന്തായാലും ഇറാൻ അമേരിക്ക സംഘർഷവും സൗദി ഹൂത്തി പോരാട്ടവും പശ്ചിമേഷ്യ വൻ യുദ്ധത്തിലേക്കാണ് തള്ളിവിടുന്നത്. ഇതിന് പിന്നിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഇതിനിടയിൽ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് യുക്രൈൻ കാസ്പിയൻ കടലിൽ വെച്ച് ഇറാന്റെ ചരക്ക് കപ്പൽ ആക്രമിച്ച സംഭവം പശ്ചിമേഷ്യൻ സംഘർഷത്തെ ഒരു കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. റഷ്യയിലേക്ക് ഇറാൻ വലിയ തോതിൽ ഡ്രോണുകളും ആയുധങ്ങളും കടത്തുന്നത് തടയാനാണ് തങ്ങൾ ആ ആക്രമണം നടത്തിയത് എന്നാണ് യുക്രൈന്റെ അവകാശവാദം എന്ന് പറയുന്നത്. അതായത് യുദ്ധത്തിലേക്ക് കൂടുതൽ രാജ്യങ്ങൾ വരികയാണ്. ആദ്യം ഈ യുദ്ധം തുടങ്ങുന്നത് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന്റെ പരമാധികാരം തട്ടിയെടുക്കുക, ആണവായുധം നിർമ്മിക്കാൻ ഇനി അനുമതി നൽകാതിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു ആക്രമണം തുടങ്ങിയത്. പിന്നീട് ഈ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് സൗദി, കുവൈറ്റ്, ബഹ്റൈൻ അങ്ങനെ പല രാജ്യങ്ങളും ചേരുകയാണ്. UAE ഉൾപ്പെടെയുള്ള, ഇപ്പോൾ ജോർദാനിലും ഇന്നും ആക്രമണം നടന്നു. അങ്ങനെ ജോർദാൻ ഒക്കെ ഇതിന്റെ ഭാഗമാവുകയാണ്. ഇനി ഇതൊക്കെ അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ട് വരുമ്പോൾ ഇറാന്റെ ഭാഗത്ത് റഷ്യ, ചൈന നേരിട്ടിറങ്ങുന്നു. ഇതിനിടയിൽ തന്നെ ഉത്തര കൊറിയ ചില കാര്യങ്ങൾ പറയുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നു. മധ്യസ്ഥ രാജ്യങ്ങളായിട്ട് ഖത്തറും പാകിസ്ഥാനും വരുന്നു. അങ്ങനെ ഒരു പ്രാദേശിക യുദ്ധം കഴിഞ്ഞു. ഇപ്പോൾ മറുവശത്ത് ഈ യുക്രൈനും കൂടി വരികയാണ്. യുക്രൈനും കൂടി വരുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ യുദ്ധം അതായത് പല രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിച്ച് വലിയൊരു ആഗോള യുദ്ധമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. കാരണം ഈ യുദ്ധം പല രീതിയിൽ എല്ലാ രാജ്യങ്ങളെയും ബാധിച്ചിരുന്നു, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ബാധിച്ചിരുന്നു. ഇപ്പോൾ ഈ യുദ്ധം ഒരു ആഗോള തലത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ആഗോള യുദ്ധത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ യുക്രൈൻ എന്ന യൂറോപ്യൻ രാജ്യം മേഖലയിലേക്ക് കടന്നു വരുന്നത് റഷ്യയും ഇസ്രയേലും ഉൾപ്പെടുന്ന യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്ന സഖ്യങ്ങളുടെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് എന്നാണ് പ്രതിരോധ വിദഗ്ധർ ഇതിനെ പറയുന്നത്. എന്നാൽ യുക്രൈൻ വിചാരിച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളെ ഈ യുദ്ധത്തിലേക്ക് പൂർണ്ണമായിട്ടും പിടിച്ചു വലിച്ചിടാൻ സാധിക്കില്ല. കാരണം നിലവിലുള്ള പ്രതിസന്ധികളിൽ യൂറോപ്പിന് സ്വന്തമായിട്ടുള്ള താല്പര്യക്കുറവുണ്ട്. ഈ കടുത്ത ശീതകാലം നേരിടാൻ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്ക് റഷ്യയിൽ നിന്നുള്ള എണ്ണയും പ്രകൃതിവാതകവും അത്യന്താപേക്ഷമാണ്. അതുകൊണ്ട് തന്നെ ചെങ്കടലിലും പേർഷ്യൻ ഗൾഫിലും ഇറാന്റെയും ഹൂത്തികളുടെയും സാന്നിധ്യം മൂലം എണ്ണക്കപ്പലുകളുടെ ഗതാഗതം ഭാഗികമായിട്ട് തടസ്സപ്പെട്ടത് യൂറോപ്പിനെ വലിയ ഊർജ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. എങ്ങനെയെങ്കിലും ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് യൂറോപ്പ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ കൺട്രീസ് പറയുന്ന കാര്യവും ഇതാണ്. അവർ ഈ ഒരു യുദ്ധത്തിൽ ഇതുവരെ ഉൾപ്പെട്ടിട്ടില്ല. അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു യുദ്ധം എത്രയും പെട്ടെന്ന് നിർത്തണം, ഇല്ലെങ്കിൽ ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളിയാകും. അവർ പറയുന്ന കാര്യങ്ങളാണ്. ഈ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ ഊഷ്മളത ഇപ്പോൾ കാണാനില്ല. അതായത് വലിയ രീതിയിലുള്ള ഒരു അനുകൂലം അല്ലെങ്കിൽ അവരുടെ ബന്ധത്തിൽ കാണാനില്ല. ഈ ട്രാൻസ് അറ്റ്ലാന്റിക് സഖ്യത്തിൽ വിള്ളൽ വീണ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ യുദ്ധങ്ങളിൽ നേരിട്ട് വന്ന് പങ്കാളികളാകാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഇവിടെയാണ് യുക്രൈൻ ഇങ്ങനെ ഇതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കളിക്കുന്നത്. വ്യാപാര നികുതികളുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് ഭരണകൂടം യൂറോപ്പിനെതിരെ സ്വീകരിച്ച നിലപാടുകളും ഡെൻമാർക്കിന്റെ ഭാഗമായിട്ട് ഈ ഗ്രീൻലാൻഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ അമേരിക്കൻ ഇടപെടലുകളും യൂറോപ്യൻ രാജ്യങ്ങളെ അനാവശ്യമായിട്ട് പ്രകോപിപ്പിച്ചിട്ടുണ്ട്. തങ്ങളെ ഒരു സൈനിക സഖ്യകക്ഷിയായിട്ട് പോലും പരിഗണിക്കാത്ത അമേരിക്കയുടെ യുദ്ധങ്ങൾക്ക് വേണ്ടി യൂറോപ്പ് തങ്ങളുടെ വിഭവങ്ങൾ വിനിയോഗിക്കില്ല എന്ന നിലപാടിലാണ് ഉള്ളത്. ഇതിനിടെ ഹോർമുസ് കടലിടുക്കിൽ തങ്ങളുടെ പൂർണ്ണാധിപത്യം ഉറപ്പിച്ചുകൊണ്ട് ഇറാൻ അമേരിക്കയ്ക്ക് കടുത്ത ഒരു ചെക്ക് വെച്ചിരിക്കുകയാണ്. അതായത് ഈ ഹോർമുസ് തുറക്കാൻ വേണ്ടി ജർമ്മൻ, ഫ്രഞ്ച്, ബ്രിട്ടീഷ് കപ്പലുകളുടെ സഹായം അമേരിക്ക തേടിയിരുന്നുവെങ്കിലും യൂറോപ്പ് അതിന് തയ്യാറായില്ല. തന്മൂലം ഈ തന്ത്രപ്രധാനമായിട്ടുള്ള ഈ ഒരു കടൽപാത ഇപ്പോൾ പ്രായോഗികമായിട്ട് ഇറാന്റെ കൺട്രോളിലാണ്, ഇറാന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോഴും ഹോർമുസ് ഉള്ളത്.
ഇറാന്റെ ഔദ്യോഗിക അനുമതി ഇല്ലാതെ ഹോർമുസ് കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച 6ഓളം വിദേശ കപ്പലുകളെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ സൈന്യം തടയുകയും വിജയകരമായിട്ട് തിരിച്ചയക്കുകയും ചെയ്തിരുന്നു. ഇനി ഒമാൻ UAE തീരങ്ങളുടെ ഇറാന്റെ പാത അവഗണിച്ച് പുതിയൊരു വഴി വെട്ടിത്തുറക്കാനുള്ള അമേരിക്കൻ കപ്പലുകളുടെ നീക്കങ്ങളെല്ലാം തന്നെ ഇറാൻ പൂർണ്ണമായിട്ടും പരാജയപ്പെടുത്തി. അവിടെയാണ് ഈ ഇറാന്റെ മറ്റൊരു നീക്കം നടക്കുന്നത്. ഇറാന്റെ ഈ ഒരു കടുത്ത നിലപാടുകൾ കാരണം ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതം അതീവ സങ്കീർണമായിട്ട് തുടരുകയാണ്. ഇത് യൂറോപ്പിന്റെയും അമേരിക്കയുടെയും മാത്രമല്ല സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുടെയും വലിയ ആശങ്കയ്ക്ക് കാരണമായി മാറിയിട്ടുണ്ട്. ഹോർമുസിലെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് ഇറാന്റെ ഔദ്യോഗിക പ്രഖ്യാപനം. മാത്രമല്ല പശ്ചിമേഷ്യയിലെ ഈ ഒരു വിട്ടുമാറാത്ത സംഘർഷം യഥാർത്ഥത്തിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രയോജനം ചെയ്യുന്നത് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും മാത്രമാണെന്നാണ് പ്രതിരോധ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ആഗോള വിപണിയിൽ ബാരലിന് $90 മുകളിൽ എണ്ണവില ഉയർന്നു നിൽക്കുന്നത് റഷ്യൻ എണ്ണ വ്യാപാരത്തെയും അതുപോലെ തന്നെ അമേരിക്കൻ ആഭ്യന്തര എണ്ണ ഉൽപാദനത്തിനും വലിയ ലാഭമുണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല ഈ അന്താരാഷ്ട്ര ഉപരോധങ്ങളെ മറികടന്നുകൊണ്ട് റഷ്യൻ എണ്ണ യൂറോപ്പിലേക്കും ഇന്ത്യയിലേക്കും എത്തിയേ പറ്റൂ എന്ന അവസ്ഥ നിലവിലുണ്ട്. പേർഷ്യൻ ഗൾഫിലെ സംഘർഷം കാരണം റഷ്യൻ വിപണിക്ക് വലിയ ഡിമാൻഡ് ഉണ്ടാകുന്നു. എന്നാൽ ഇന്ത്യയും ചൈനയും പോലുള്ള വലിയ എണ്ണ ഉപഭോഗ രാജ്യങ്ങളെയാണ് ഈ ഒരു ഉയർന്ന എണ്ണവില ദോഷകരമായിട്ട് ബാധിക്കുന്നത്. ഈ ഒരു വലിയ ആഗോള പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണണമെങ്കിൽ ഒരൊറ്റ രാജ്യം മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ എന്നിവരുടെ ഒത്തൊരുമിച്ചുള്ള ഇച്ഛാശക്തിയും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളും മാത്രമേ ഈ മേഖലയിൽ ഒരു സമാധാനം കൊണ്ടുവരാൻ കഴിയൂ. ഇതിനൊപ്പം തന്നെ ഈജിപ്ത്, പാകിസ്ഥാൻ, ഖത്തർ, ഒമാൻ എന്നീ 4 മധ്യസ്ഥ രാജ്യങ്ങൾ വിവിധ ഘട്ടങ്ങളിലായിട്ട് സമാധാന ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും അവയൊന്നും പൂർണ്ണമായിട്ടുള്ള ഒരു സന്ധിയിൽ എത്തിയിട്ടില്ല. ഈ പലസ്തീൻ വിഷയം, ഇസ്രായേൽ ലെബനൻ സംഘർഷവും ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ സൗദി ഈ പറയുന്ന ഇസ്രായേലിനെ എതിർത്ത് നിൽക്കുന്ന സാഹചര്യമാണ്. അമേരിക്കയോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, ഈ ഫലസ്തീനിലെ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഫലസ്തീന് എതിരെ ഇസ്രായേൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഗുരുതരമായിട്ട് ബാധിക്കും. അത്തരം പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഇസ്രായേലിനെ അനുകൂലിക്കുകയില്ല, അവർക്കൊപ്പം നിൽക്കുകയില്ല എന്ന് സൗദി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. നിലവിൽ ഗൾഫ് പ്രദേശത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്നത് ഇപ്പോൾ സൗദി അറേബ്യ തന്നെയാണ്. ഈ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ഹൂത്തികൾ ഉയർത്തുന്ന വെല്ലുവിളികളുണ്ട്. വടക്ക് കിഴക്കൻ മേഖലകളിൽ ഇറാൻ അനുകൂല മിലിഷ്യകൾ നടത്തുന്ന ഡ്രോൺ ആക്രമണങ്ങളുണ്ട്. സൗദിയുടെ എണ്ണപ്പാടങ്ങളെയും ആറാംകോയെയും നിരന്തരം ഭീഷണിയിലാക്കുന്നു. ഇനി ഈ പശ്ചിമേഷ്യയിൽ ഇത്രയധികം തലങ്ങളിൽ സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോൾ വെറും ഒരു ഇറാൻ അമേരിക്ക പ്രശ്നപരിഹാരം കൊണ്ട് മാത്രം ആഗോളതലത്തിൽ സമാധാനം ഉറപ്പാക്കാൻ കഴിയില്ല. എങ്കിലും ഒരു തുടക്കം എന്ന നിലയിൽ ഹോർമുസ് കടലിടുക്കും ചെങ്കടൽ മേഖലയും എത്രയും പെട്ടെന്ന് സുഗമമാക്കേണ്ടതുണ്ട്. അതിന് ഈ ചൈനയുടെയും റഷ്യയുടെയും പൂർണ്ണമായിട്ടുള്ള പിന്തുണയോടുകൂടിയുള്ള ഒരു സമഗ്ര കരാർ രൂപപ്പെടേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ ചൈനയും റഷ്യയും വന്നു കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും വലിയ ക്ഷീണമായിരിക്കും. കാരണം അടുത്ത വലിയൊരു ശക്തി തന്നെ അവിടെ രൂപീകരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ചേരി തന്നെ രൂപീകരിക്കുകയാണ്. എന്തായാലും ഇനി ഇസ്രയേലിന്റെ സുരക്ഷാ ഭീഷണികൾ പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെടണമെങ്കിൽ അബ്രഹാമിക് കരാറുകളുടെ 2ാം ഘട്ടം പുനരാരംഭിക്കേണ്ടതുണ്ട്. അതായത് അറബ് രാജ്യങ്ങളുമായിട്ട് രമ്യതയിലാകുന്നതിലൂടെ മാത്രമേ ഇസ്രയേലിന് നേരെയുള്ള പ്രാദേശിക ഭീഷണികൾ ഇല്ലാതാകൂ. അല്ലാത്ത പക്ഷം മേഖലയിലെ ആണവ സമ്പുഷ്ടീകരണ മത്സരങ്ങൾ വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ കൂടുതൽ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കും. ഈ ഒരു വലിയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒമാന്റെയും ഇറാന്റെയും നേതൃത്വത്തിൽ ഹോർമുസ് തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന സമാധാന ചർച്ചകളെ പ്രതിരോധ ലോകം അതീവ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഇനി ഈ എണ്ണയുടെ വിപണനത്തിനും എനർജി സെക്യൂരിറ്റിക്കും വേണ്ടിയുള്ള ഈ ഒരു യുദ്ധത്തിൽ നയതന്ത്ര ചർച്ചകൾക്ക് എത്രത്തോളം വിജയം കാണാൻ സാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഈ ആത്യന്തികമായിട്ട് പശ്ചിമേഷ്യൻ പ്രതിസന്ധി എന്നത് കേവലം ഒരു ഭൂപ്രദേശങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശവാദമല്ല, മറിച്ച് ആഗോള എനർജി മാർക്കറ്റിന്റെ ഒരു ആധിപത്യത്തിന് വേണ്ടിയുള്ള കടുത്ത അണിയറ നീക്കങ്ങളാണ് നടക്കുന്നത്. യുദ്ധം ദീർഘകാലത്തേക്ക് നീട്ടിക്കൊണ്ടു പോകുമ്പോൾ അല്ലെങ്കിൽ നീണ്ടുകൊണ്ടു പോകുമ്പോൾ ഈ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില $70 താഴേക്ക് പോകാതെ പിടിച്ചു നിർത്താൻ ഈ വൻ ശക്തികൾക്ക് സാധിക്കുന്നുണ്ട്. ഇതിന്റെ നേരിട്ടുള്ള സാമ്പത്തിക ലാഭം
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയ്ക്കും റഷ്യയ്ക്കുമാണ് കിട്ടുന്നത്, അവരുടെ ഖജനാവുകളിലേക്കാണ് ഒഴുകുന്നത്. ഇനി കമ്പോളത്തിലെ അസ്ഥിരതയും ഉയർന്ന ഇന്ധനവിലയും ഉണ്ടാകുന്ന കടുത്ത ആഘാതം ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള ഏഷ്യൻ വിപണികളാണ് പൂർണ്ണമായിട്ടും ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. യുദ്ധം ഒരു വശത്ത് നടക്കുമ്പോഴും അതിന്റെ വലിയ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ വലിയ പണപ്പെരുപ്പം, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ, ഈ പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടത് ഈ ചൈനയും അതുപോലെ തന്നെ ഇന്ത്യയുമാണ്. ആഗോള ഊർജ്ജ സുരക്ഷയെ മുൻനിർത്തിയുള്ള വൻ ശക്തികളുടെ ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിം അവസാനിപ്പിക്കാൻ അവർ എത്രത്തോളം ആത്മാർത്ഥമായ ഇച്ഛാശക്തി കാട്ടുമെന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെ ഭാവി എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാന വശം എന്ന് പറയുന്നത് മേഖലയിലെ സമാധാന ശ്രമങ്ങൾ പൂർണ്ണതയില്ലാത്ത അവസ്ഥയാണ് എങ്കിൽ, അല്ലെങ്കിൽ ആണവ സുരക്ഷാ ഭീഷണികളെ ലഘുവായിട്ട് കാണാനാകില്ല എന്നതാണ്. ഈ ഇസ്രയേലിന്റെ ആണവ ശേഷിയെ പരസ്യമായിട്ട് ചെറുക്കാൻ പ്രാദേശികമായിട്ട് മറ്റ് രാജ്യങ്ങൾക്ക് സാധിക്കാത്ത സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ സൗദി അറേബ്യ, തുർക്കി, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ സിവിലിയൻ ആണവ പദ്ധതികളെ കൂടുതൽ സമ്പുഷ്ടീകരണത്തിലേക്ക് നയിക്കാൻ ഈ ഒരു സംഘർഷാവസ്ഥ കാരണമായേക്കാം. എന്തായാലും ഈ വെറും ഒരു US-ഇറാൻ നയതന്ത്ര ചർച്ച മാത്രം കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത വിധം ഈ ഒരു പ്രതിസന്ധി സങ്കീർണമായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ലോകം ഉറ്റുനോക്കുകയാണ് എങ്ങനെ ഈ ഒരു യുദ്ധത്തെ നിയന്ത്രിക്കാം അല്ലെങ്കിൽ സമാധാനത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത്.